ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെറോദ കൈറ്റിൽ എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നമ്പർ വെച്ചിട്ട് സൈനപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മൾ എൻ്റർ ചെയ്യുക. ഇവിടെ ആ ലിങ്ക് നമ്മൾ വാട്സപ്പിലോ ഈ വീഡിയോയുടെ അടിയിലോ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ OTP നമ്മുടെ SMS നിന്ന് എടുക്കുക, അതിവിടെ എൻ്റർ ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. നമുക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാനിൻ്റെ ഡീറ്റെയിൽസ്, പാൻ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ട് കണ്ടിന്യൂ അടിക്കുക. അതിനുശേഷം അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസായിട്ടുള്ള 200 രൂപയുണ്ട്, അത് പേ ചെയ്യണം. അപ്പോൾ ഇതിൽ F&O, ഇക്വിറ്റി, കറൻസി, കൊമോഡിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 200 രൂപ വരും. അപ്പോൾ UPI വഴിയാണ് പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വാലറ്റോ വഴി ചെയ്യാം. അപ്പോൾ നമ്മൾ UPI ID വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ അടിക്കുന്നു UPI ID, എന്നിട്ട് പേ ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ UPI ആപ്പായ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏത് ID ആണ് നമ്മൾ കൊടുത്താൽ അവിടെ ഒരു ആക്സെപ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ആ ആപ്പ് പോയിട്ട് ആക്സെപ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പിൻ അടിച്ചിട്ട് ആക്സെപ്റ്റ് ആകുമ്പോൾ ഈ പേയ്മെൻറ്റ് കൺഫേം ആവും. ഇപ്പോൾ സക്സസ്ഫുൾ ആയിരിക്കുന്നു. 200 രൂപ പേ ചെയ്തിരുന്നു. ആ പണ്ടൊക്കെ ആയിരുന്നു 200 രൂപ, ഇപ്പോൾ പൈസ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അത് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇത് പണ്ടെടുത്തൊരു വീഡിയോ ആണ്. അതിനുശേഷം നമ്മുടെ KYC ഡീറ്റെയിൽ അവരെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മുടെ പാരൻസിൻ്റെ പേര് എഴുതുക, മദേഴ്സ് നെയിം, മദേഴ്സ് ഫസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ മാരൈറ്റൽ സ്റ്റാറ്റസ്, അതായത് സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ള ഫില്ല് ചെയ്യുക. പിന്നെ നമ്മുടെ ആനുവൽ ഇൻകം ആഡ് ചെയ്യുക. പിന്നെ ഫണ്ട്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രിഫറൻസ് കൊടുക്കുക, എത്ര സമയത്തിനുള്ളതാണ്. പിന്നെ നമ്മളെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ന്യൂ ആണെന്ന് കൊടുക്കുക. ഓക്യുപ്പേഷൻ കൊടുക്കുക. പിന്നെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ ആണോ എന്നുള്ളത് കൊടുക്കുക. യെസ് ആണോ, പൊളിറ്റിക്സായിട്ട് ബന്ധമുണ്ടോ. ഇനി അടുത്തത് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ബ്രാഞ്ചിൻ്റെ IFSC കോഡ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിക്കുക. പിന്നെ നമ്മൾ വീണ്ടും കൺഫേം ചെയ്യുക ബാങ്ക് അക്കൗണ്ട് നമ്പർ. കാരണം ഈ ബാങ്കിലൂടെയാണ് നമ്മുടെ പേയ്മെൻറ്റ്സ് ഒക്കെ വരിക. നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതും ഫണ്ട് വിഡ്രോ ചെയ്യുന്നതൊക്കെ ഇതിലേക്കാണ്. എന്നിട്ട് ഐ കൺഫേം എന്ന് പറഞ്ഞുള്ള ടിക്ക് കൊടുക്കുക, എല്ലാം ടിക്ക് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളിനി വെബ് ക്യാം വഴി വെരിഫിക്കേഷൻ ചെയ്യാണ്. നമ്മുടെ വെബ് ക്യാം ഓൺ ആവും. എന്നിട്ട് ഈ കണ്ടില്ലേ ഈ നമ്പർ, നിങ്ങളുടെ മൊബൈലിൽ ഏത് നമ്പറാണോ വരുന്നത് ആ നമ്പറും പിടിച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുക. ഇതിപ്പോൾ 7303 എന്നാണ് നമ്പർ. പക്ഷേ നിങ്ങളുടെ മൊബൈലിൽ ഏത് നമ്പറാണോ വരുന്നത് ആ നമ്പർ വെച്ചിട്ട് നിങ്ങളൊരു ഫോട്ടോ എടുക്കുക. ഇത് ഏകദേശം ഇങ്ങനെ ആ നമ്പർ കൈ പിടിച്ചിട്ട് നമ്മൾ ക്യാപ്ചർ എന്ന് കൊടുക്കുക. കൺഫേം കൊടുക്കുക. നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇൻകം പ്രൂഫ്, അതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പോ ITR അക്നോളജ്മെൻറ്റോ ഫോം 16 സർട്ടിഫിക്കേഷൻ ഓഫ് നെറ്റ് വर्थോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിമാറ്റ് ഹോൾഡിങ്സോ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഇതിൽ ഫോം 16 ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം അത്. പിന്നെ നമുക്കൊരു സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുണ്ട്. നമ്മുടെ സ്വന്തം സിഗ്നേച്ചർ ഒരു പേപ്പറിലിട്ടിട്ട് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഇനി അടുത്തത് കോപ്പി ഓഫ് പാൻ ആണ്. പാന് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് പാനുമ്മൽ ഒരു സിഗ്നേച്ചർ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ പാൻ കാർഡിൻ്റെ അടിയിൽ ഫോട്ടോ വെച്ച് സിഗ്നേച്ചർ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ആകുമ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത ഇനി നോമിനിയാണ്. നമ്മൾ നമ്മുടെ അക്കൗണ്ട് നിർത്തിയാൽ, നമ്മൾ മരിച്ചു പോയാലൊക്കെ നമ്മുടെ പൈസ ആർക്ക് പോകണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സൈൻ ചെയ്യുന്നതാണ്. സൈൻ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വേറൊരു കൺഫേം ചെയ്യുക, പ്രൊസീഡ് ടു സൈൻ കൊടുക്കുക. അപ്പോൾ പ്രോട്ടിയോൺ എന്ന് പറഞ്ഞ ഒരു സൈറ്റിലേക്ക് പോകും.
അവിടെ നമ്മൾ ആധാർ നമ്പർ അടിക്കുക, എന്നിട്ട് സെൻഡ് OTP എന്ന് കൊടുത്താൽ നമ്മൾ ആധാറുമായിട്ട് ഏത് മൊബൈലാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ മൊബൈലിലേക്ക് OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുമ്പോൾ നമ്മൾ ഏകദേശം 72 മണിക്കൂറിനുള്ളിൽ എല്ലാം നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പായി വരും. അതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെറ്റപ്പ് ആയില്ലെങ്കിൽ സീറോയുടെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിക്കുക. അപ്പോൾ ശരി, താങ്ക് യു.